നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറാണ്. ചാരവശാൽ സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. 5ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ 5ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് യോഗമുണ്ട്. എന്നാൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ ആദിത്യനും ബുധനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാധകാധിപതി 7ാം ഭാവത്തിൽ വന്നു. അത് സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാനും സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് തന്ത്രപരമായ സംസാരം കൊണ്ട് അവരെ ആകർഷിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. എന്നാൽ നിവർത്തി സ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളോ ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 4ാം ഭാവാധിപതി ബാധകാധിപത്യം വഹിച്ചിട്ട് അഷ്ടമത്തിൽ പോയിട്ട് കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്ന നേരം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട്. അതായത് അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം വിഷമം ഉണ്ടാകുക, കുടുംബക്ഷേത്ര സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുക, വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭവന സംബന്ധമായിട്ട് കുറച്ച് വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാനുള്ളൊരു സാധ്യതയുള്ള മാസമാണ്. അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വ്യാഴപ്പഴവും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുക, ദൈവാധീനം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം, ഭവന സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറാനായിട്ട്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. 2ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പാപേ വിത്തകതേ സ്വപൂർണ്ണ ചെയ്ത് ദ്രവ്യക്ഷയോ വക്തരരുക്ക് എന്നാണ്. നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നുക, സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടാൻ ഇടവരിക. പിന്നെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. യാത്രകൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. എങ്കിൽ പോലും ദൈവാധീനക്കുറവിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ തടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ശ്രദ്ധിക്കുക, നല്ല പരിഹാരങ്ങൾ ചെയ്യുക. നടുവേദന പോലെയുള്ള രോഗങ്ങൾ, കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതഭവനാധിപത്യം വഹിച്ച് ശത്രുസ്ഥാനത്ത് പോയിട്ട് സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമോ സംസാരമോ ഒക്കെ അത്ര പ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച്, തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ദൈവാധീനക്കുറവ് കൊണ്ട് ചെറിയ തടസ്സം ഉണ്ടെങ്കിലും 10ാം ഭാവാധിപതി ശുക്രൻ ബലവാനായി നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ദൈവാധീനം വരുത്താനായിട്ട് ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ പ്രാർത്ഥന, നല്ല വഴിപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ രീതിയിൽ ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട്. പിന്നെ അഷ്ടമത്തിലെ കേതുവും ചൊവ്വയായത് കാരണം കൊണ്ട് 2 വീലർ യാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മാസമാണ്. മറ്റുള്ള രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.